അവർ എപ്പോഴും കുറ്റക്കാരായി കാണുന്നൊരു സമുദായത്തിൻ്റെ കോളേജിൽ വെച്ച് അത് ചെയ്യപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹിന്ദു വർഗീയവാദം പറയുന്ന ആളുകൾ ഈ നിതിൻ രാജിൻ്റെ ജീവന് വേണ്ടി പുറത്തിറങ്ങാത്തത്? ഒരു ചെറുപ്പക്കാരൻ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വെച്ച് കൊല്ലപ്പെടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഗവൺമെൻറ് അന്വേഷിച്ച് ആ പ്രതികൾക്കെതിരെ കൃത്യമായി നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങളൊക്കെ നടത്തിയിട്ട് അത് ഗവൺമെൻറ് വകവയ്ക്കാതിരുന്നത് കൊണ്ടാണ് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വ്യവസ്ഥാപിതമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ഹർത്താൽ നടത്തിയത്. വായി തോന്നുന്നത് എന്തും പറയാമെന്ന് കണക്കാക്കുന്ന ചില ഓൺലൈൻ ചാനലുകൾ, ഈ ഓൺലൈൻ ചാനലുകളെയൊക്കെ ജനം തെരുവിൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയിലേക്കാണ് ഇവരുടെ കമൻറ്റുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചിഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ദളിത് സമുദായങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ഹർത്താലുമായി ബന്ധപ്പെട്ട് വളരെ വിവാദപരമായ പരാമർശങ്ങളുമായി ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. ചാനൽ ചർച്ചകളിലും ദളിത് ആദിവാസി വിഭാഗങ്ങൾ ഇവിടെ എന്തോ അപരാധം ചെയ്തു പോയി, അപരാധം നടത്തിക്കൊണ്ടിരിക്കുന്നു, അത് അവസാനിപ്പിക്കണമെന്നുള്ള മട്ടിൽ ചില സവർണ മാടമ്പിമാരുടെ പ്രതിനിധികൾ ഒന്ന് ചർച്ച ചെയ്യുന്നതായി കണ്ടു. ആ ചർച്ചകളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുൻകാല ചരിത്രങ്ങൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ബന്ധുണ്ടായിരുന്നു. ബന്ദ് കോടതി നിരോധിച്ചതിന് ശേഷം ഹർത്താലുകളാണ് ഇപ്പോൾ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ UDFിൻ്റെ പ്രതിപക്ഷം ഒരു ഹർത്താൽ നടത്തിയില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. എന്നാൽ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ തെരുവോരങ്ങളെ സ്തംഭിപ്പിച്ചുകൊണ്ട് CPMൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ദേശീയ പണിമുടക്ക് നടത്തുകയുണ്ടായി. കേരളത്തിലല്ലാതെ ഇന്ത്യയിലൊരു സംസ്ഥാനങ്ങളിലും ദേശീയ പണിമുടക്കിൻ്റെ യാതൊരു അലയൊലികളും സൃഷ്ടിച്ചില്ല എന്ന് മാത്രമല്ല, അത് ആളുകളാരും തന്നെ മൈൻഡ് ചെയ്ത് പോലുമില്ല എന്നാണ് നമുക്ക് പിന്നീട് മനസ്സിലായത്. എന്താണ് ദളിത് ആദിവാസികളും പിന്തുണയ്ക്കുന്ന സംഘടനകളും എന്തിന് ഹർത്താലിന് ആഹ്വാനം ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായ ഒരു പഠനം നടത്തണ്ടേ? കേരളത്തിൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനവിഭാഗമാണ് ദളിത് ആദിവാസി വിഭാഗങ്ങൾ. എത്രയെത്ര കൊലപാതകങ്ങൾ, എത്രയോ ആളുകൾ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു, എത്രയോ കൊച്ചുകുട്ടികൾ മാനഭംഗപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ആദിവാസികളെ വളരെ നിഷ്ഠൂരമായി കൊല്ലാക്കല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം എതിരെ നിരവധി പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ദളിതാദിവാസി വിഭാഗങ്ങൾ, അവരുടെ കൂടെയുള്ളൊരു ചെറുപ്പക്കാരൻ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വെച്ച് കൊല്ലപ്പെടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഗവൺമെൻറ് അന്വേഷിച്ച് ആ പ്രതികൾക്കെതിരെ കൃത്യമായി നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങളൊക്കെ നടത്തിയിട്ട് അത് ഗവൺമെൻറ് വകവയ്ക്കാതിരുന്നത് കൊണ്ടാണ് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഇവിടെ ഒരു ഹർത്താൽ നടത്തിയത്. ഇവിടെ ഹർത്താൽ 7 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സർക്കാർ നോട്ടീസ് കൊടുത്തുകൊണ്ട് വ്യവസ്ഥാപിതമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ഹർത്താൽ നടത്തിയത്. എന്നാൽ ഇപ്പോൾ ആരും അറിഞ്ഞില്ല ഹർത്താൽ, ഞങ്ങളാരും അറിയാതെയാണ്, പൊതുജനങ്ങളുടെ പിന്തുണയില്ലാതെയാണ്, കുറേ ആളുകളുടെ തോന്നിയവാസമാണ്, ഇതൊക്കെ ഗുണ്ടകളാണ് ഇവിടെ ഈ രാജ്യത്ത് നടമാടിക്കൊണ്ടിരുന്ന ഇന്നലത്തെ അക്രമങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് എന്നൊക്കെ പറയുന്ന മട്ടിൽ നിരവധി പ്രസ്താവനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ചില ഓൺലൈൻ ചാനലുകൾക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. വായി തോന്നുന്നത് എന്തും പറയാമെന്ന് കണക്കാക്കുന്ന ചില ഓൺലൈൻ ചാനലുകൾ, ഈ ഓൺലൈൻ ചാനലുകളെയൊക്കെ ജനം തെരുവിൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയിലേക്കാണ് ഇവരുടെ കമൻറ്റുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ പഴയ ചരിത്രം പരിശോധിച്ചാൽ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തുടരെ ഹർത്താലുകളാണ്. 2017 ഒരു അർദ്ധരാത്രിയിൽ പിറ്റേ ദിവസം കേരളത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ല. ഇന്നലെ ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന ഒരു ചാനൽ ചർച്ചക്കാരൻ
വളരെ ആവേശപൂർവ്വം പറയുന്നത് കേട്ടു. ഗുണ്ടകളാണ് ഇവിടെ നടത്തുന്ന തെമ്മാടിത്തരങ്ങൾക്കെല്ലാം കാരണക്കാരെടുത്ത ഗുണ്ടകളാണ്. അന്ന് ഹർത്താലിൻ്റെ മറവിൽ കേരളത്തിൽ അഴിഞ്ഞാടിയ തെമ്മാടികൾ ആരായിരുന്നു എന്ന് ശ്രീജിത്ത് പണിക്കർ പറയണം. ഒരു അർദ്ധരാത്രിയിൽ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച ഒരു ഹർത്താൽ പ്രഖ്യാപനം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, കണ്ണൂരിലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ഒരു രാത്രി കൊണ്ട് വീണ്ടും ഇതുപോലെ കേരളത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. ആ ഹർത്താലിൽ കേരളത്തിലെമ്പാടും കോടിക്കണക്കിന് രൂപയുടെ സ്വകാര്യ ധനങ്ങളും പൊതുധനങ്ങളും കൊള്ളയടിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കുപറ്റുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് നിരവധി അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ശ്രീജിത്ത് പണിക്കരുടെ ആളുകൾക്കുമൊക്കെ ഇവിടെ എന്തും ചെയ്യാം. കോടതി വിധിയെ മാനിക്കണമെന്നാണ് പറയുന്നത്. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കാമെന്ന് പറഞ്ഞത് സുപ്രീം കോടതിയല്ലേ. അപ്പോൾ സുപ്രീം കോടതിയുടെ ആ കോടതി വിധിയെ അംഗീകരിച്ചുകൊണ്ട് അവിടെ സ്ത്രീ പ്രവേശനം നടത്തിയ വനിതകളെ മർദ്ദിക്കുകയും അവർക്കെതിരെ നിരവധി ഉപദ്രവം ഉണ്ടാക്കുകയും അവരെയൊക്കെ വഴിയിലിട്ട് എത്രയോ പ്രാവശ്യം വീണ്ടും ആക്രമിക്കപ്പെടുകയും ഒക്കെ ചെയ്തത് ഏത് കോടതി വിധിയെ മാനിച്ചുകൊണ്ടാണ്. അപ്പോൾ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള നിലയിൽ വൈകുന്നേരങ്ങളിൽ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് അന്തിച്ചർച്ച നടത്തുന്ന ഇവരെല്ലാം ഇപ്പോഴും ദളിതൻ്റെ അവകാശങ്ങൾക്കെതിരായും ദളിതൻ്റെ പോരാട്ടങ്ങൾക്കെതിരായും പ്രവർത്തിക്കുന്ന ചില ആളുകളാണ്. ഈ ആളുകൾ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് എന്ത് തോന്നിയവാസവും പറയാമെന്നുള്ളതാണ്. കേരളത്തിൻ്റെ ചരിത്രം മറന്നുകൊണ്ട് സംസാരിക്കുന്നു. അടുത്ത കാലത്തെ ഈ ചാനൽ ചർച്ചകളുടെ സ്പെഷ്യലിസ്റ്റുകൾ അവർക്ക് എന്തും പറയാമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളൊന്നും ഓർമ്മിക്കാതെ മുൻപ് തിരുവനന്തപുരം നഗരത്തിലെ ഒരു ഹർത്താലുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ട് ഡിപ്പോയിൽ കയറി ഒരു കണ്ടക്ടറെ അടിച്ചു കൊന്നു കളഞ്ഞ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പ്രതിനിധിയായി ആ പാർട്ടി എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് ശ്രീജിത്ത് പണിക്കർ ചാനൽ ചർച്ചകൾ പങ്കെടുക്കുന്നത്. എന്നിട്ട് പറയും, മുട്ടിന് പറയും, ഞാൻ BJP അല്ല, ഞാൻ RSS അല്ല, ഞാൻ സംഘപരിവാർ അല്ലെന്ന് പറയുകയും സംഘപരിവാറിന് വേണ്ടിയും RSSന് വേണ്ടിയും BJPക്ക് വേണ്ടിയും സവർണ ഫാസിസ്റ്റുകൾക്ക് വേണ്ടിയും വർത്തമാനം പറയുന്ന ഈ ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ആളുകൾ ഒരു മുഖം മൂടി അണിഞ്ഞുകൊണ്ട് കേരളത്തിലെ ദളിതരെയും ആദിവാസികളെയും അപമാനിക്കുന്ന തരത്തിൽ ഇന്നലെ നടത്തിയ പ്രസ്താവന വളരെ ഖേദകരമാണ്. ഇദ്ദേഹത്തെ പോലുള്ള ഈ വർഗീയ കോമരങ്ങളാണ് കേരളത്തിൽ ഈ ജനങ്ങളെ തമ്മിലടിപ്പിച്ചും ഈ ദളിതർക്കെതിരായി ഉണ്ടാകുന്ന ആക്രമണങ്ങളെ ന്യായം പറഞ്ഞും നിയമം പറഞ്ഞും അതിനെ അട്ടിമറിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾക്കെതിരായി അവരെ തുരങ്കം വെച്ചുകൊണ്ട് അവരുടെ മാനസികമായ അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് വർത്തമാനം പറയുന്നവരെയൊക്കെ അത് അവസാനിപ്പിച്ച് യാഥാർത്ഥ്യ ബോധത്തോടെ ഹർത്താലിനെ കാണണമെന്നും എന്തുകൊണ്ട് കേരളത്തിലെ ദളിതാദിവാസികൾ ഇങ്ങനെ ഒരു ഹർത്താൽ നടത്തേണ്ടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് എന്താണെന്ന് നോക്കണം. ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പാണല്ലോ കേരളത്തിൽ ഹിന്ദുക്കളുടെ ഏകീകരണം എന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് ഹിന്ദു സമ്മേളനങ്ങൾ നടത്തിയത്. ഹിന്ദു സമുദായങ്ങളുടെ ആളുകളെയൊക്കെ വിളിച്ച് സമ്മേളനം നടത്തി എല്ലാ മേഖലകളിലും, സംസ്ഥാന തലത്തിൽ, ജില്ലാതലത്തിൽ, പ്രാദേശിക തലത്തിലൊക്കെ. എന്തുകൊണ്ട് ഒരു പട്ടികജാതിക്കാരനായ ഒരു വിദ്യാർത്ഥി, ഹിന്ദുവായൊരു വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ടപ്പോൾ ഇന്നലത്തെ ഹർത്താലിന് എന്തുകൊണ്ട് ഈ ഹിന്ദു പരിവാർ സംഘടനകൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തില്ല? അപ്പോൾ ആ ഹിന്ദു പരിവാറുകൾക്ക് ഒപ്പം നിൽക്കുന്ന പട്ടികജാതികൾ അത് ആലോചിക്കേണ്ടതാണ്. ഹിന്ദു സമ്മേളനങ്ങൾ നടത്തി നമ്മളെല്ലാം ഒരു വിഭാഗത്തിലുള്ള ആളുകളാണെന്നും ഹിന്ദു ഏകതാ സമ്മേളനങ്ങളിലൂടെ ഉദ്ഘോഷിക്കപ്പെട്ട ആളുകൾ ഇപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ നടന്ന ഈ ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരനെ കൊല ചെയ്യപ്പെട്ടപ്പോൾ അതും അവർ എപ്പോഴും കുറ്റക്കാരായി കാണുന്ന ഒരു സമുദായത്തിൻ്റെ കോളേജിൽ വെച്ച് അത് ചെയ്യപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹിന്ദു വർഗീയവാദം പറയുന്ന ആളുകൾ ഈ നിതിൻ രാജിൻ്റെ ജീവന് വേണ്ടി പുറത്തിറങ്ങാത്തത്? ഇതെല്ലാം നമ്മൾ വളരെ വ്യക്തമായി പരിശോധിച്ചുകൊണ്ട് വേണം ഇതുപോലുള്ള സമരപരിപാടികൾക്കെതിരായി വർത്തമാനം പറയാനെന്നാണ് എനിക്കിതിലൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. Dhamma News Channel.